ഈ രാത്രിയിൽ മനുഷ്യൻ നിങ്ങളെ നോക്കി പറഞ്ഞതോ നാട്ടുകാർ നിങ്ങളെ നോക്കി പറഞ്ഞതോ അല്ല. കർത്താവ് പത്രോസിനെ നോക്കി പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. ആമേൻ. പത്രോസ് ആ വാക്കനുസരിച്ചപ്പോൾ അവന്റെ വലയ്ക്കകത്ത് പെരുത്ത മീൻകൂട്ടം കയറി എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവീക വാക്കുകൾക്ക് ചുവട് വയ്ക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് നന്മകളുണ്ടാകും. നിങ്ങളുടെ ഷോൾഡറുമായും നിങ്ങളുടെ തോളലുമായും കൈയുടെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട പെയിൻ, വേദന കർത്താവ് സൗഖ്യമാക്കുകയാണ്. നിങ്ങളുടെ മകനല്ലേ? അതെ. ഇവന്റെ ഫ്യൂച്ചറിനോടുള്ള ബന്ധത്തിൽ, ഇവന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, ശെൽവത്തിന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് സെൽവമാണ്. കഴിഞ്ഞ 4 മാസങ്ങളായി സ്റ്റക്കായി കിടക്കുന്ന ഒരു മേഖലയിൽ നിന്ന് ഇവന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ റൂട്ട് ദൈവം തിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ നടന്ന ജനനവും നിങ്ങളുടെ ഫാമിലിയിൽ എനിക്ക് ആത്മാവിൽ അറിയാം. മാർച്ചിൽ ജനിച്ച ജനനം. എന്നാണ് നിങ്ങളുടെ ബർത്ത്ഡേ? മാർച്ച് 23. ഈ രാത്രിയിൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ സേവിക്കുന്നത് കല്ലറയിലും കബറിലും മൺമറഞ്ഞു പോയ ഒരു ദൈവത്തെയല്ല, ആരോ എവിടോ പറഞ്ഞു കേട്ട ഒരു ദൈവത്തെയല്ല. ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത് മരണത്തെയും പാതാളത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റ ജീവനുള്ള ദൈവത്തെ അത്രേ. ലൈഫിന്മേലെ ഒരു അത്ഭുതത്തെ ആണ്ടവർ ചെയ്യപ്പെടുന്നു. ഐ ക്യാൻ സീ ലെറ്റർ കെ, കനക, കാർത്തിക്. ചേച്ചിയുടെ മകൻ. ഈ കനക കാർത്തിക്കിലെ എന്ന ബന്ധം? അണ്ണന്റെ അക്ക തമ്പി. 1.5 വർഷത്തിന് മുന്നാടിയെ എന്തോ ഒരു പ്രശ്നം അവർ വന്നു. അത് ആ കൊച്ചു ഗർഭിണിയായിരുന്നു. അപ്പോൾ 6 മാസമാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ആ കൊച്ചു മരിക്കും, ഗർഭത്തിലെങ്ങനെ മരിക്കും. ഇത് സംഭവിച്ചിട്ട് എത്ര നാളായി? 1.5 വർഷം. 1.5 വർഷം. ഈ വരുൺ ചേട്ടൻ മകൻ ബൈബിൾ പറയുന്നു, പ്രവചിക്കുമ്പോഴോ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അവർ നെടുമ്പാട് വീണ് ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറയും. ഞാൻ പ്രസംഗിക്കുന്നത് തകർക്കുന്ന ദൈവത്തെയല്ല, ഞാൻ പ്രസംഗിക്കുന്നത് പണിയുന്ന ദൈവത്തെയാണ്. ഞാൻ പ്രസംഗിക്കുന്നത് തളർത്തുന്ന ദൈവത്തെയല്ല, ഞാൻ പ്രസംഗിക്കുന്നത് വളർത്തുന്ന ദൈവത്തെയാണ്. ഞാൻ പ്രസംഗിക്കുന്നത് ഒടച്ചു കളയുന്ന ദൈവത്തെയല്ല, ഞാൻ പ്രസംഗിക്കുന്നത് പണിയുന്ന ദൈവത്തെയാണ്. ഞാൻ പ്രസംഗിക്കുന്നത് നിന്ദിക്കുന്ന ദൈവത്തെയല്ല, ഞാൻ പ്രസംഗിക്കുന്നത് മാനിക്കുന്ന ദൈവത്തെയാണ്. ഞാൻ പ്രസംഗിക്കുന്നത് നിന്നെ പരിഹാസ വിഷയമാക്കുന്ന ദൈവമല്ലത്തെയല്ല, ശത്രുക്കൾ കാണുക മേശ ഒരുക്കുന്ന, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തെയാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് നിന്നെ രോഗിയാക്കുന്ന ദൈവത്തെയല്ല, അടിപ്പിണരുകളാൽ ഈ രാത്രിയിൽ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവത്തെയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രിയിൽ ഇതിന്റെ മധ്യയിൽ ഉണ്ടെങ്കിൽ അവർ ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറയാൻ തയ്യാറായാട്ടെ. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇവരൊരു മിറക്കിളാണെന്ന് കർത്താവ് പറയുന്നു. ജോബിൻ നിങ്ങളുടെ പേരെന്താ? ജോബിൻ. ജോ എന്ന് വിളിക്കുന്ന ആരെയാണ്? എന്നെ ഇവനും വിളിക്കും. ഇവനെ ഞാൻ വിളിക്കും. ഇവന്റെ പേരെന്താ? Prophet, yesterday when you started with Isaiah 54:2, I knew I came here just to receive that word. You have just looked at a property, and as you prophesied, it's time to expand.
Yes. And you prophesied 100% correctly. I am going with the word, the prophetic word, and we're going to claim it on Monday. Thank you for the word. The Lord Almighty is going to establish you and enlarge your territory. In Jesus' name. Thank you. எத்தனை நிந்தைகள், எத்தனை சோர்வுகள் என்னை சூழ நின்றாலும் உம்மை பார்க்கிறேன். எத்தனை நிந்தைகள், எத்தனை சோர்வுகள் என்னை சூழ நின்றாலும் உம்மை பார்க்கிறேன். உத்தம ஊழியன் என்று நீர் சொல்லிடும் ஒரு வார்த்தை கேட்டிட உண்மையாய் ஓடுகிறேன். உத்தம ஊழியன் என்று நீர் சொல்லிடும் ஒரு வார்த்தை கேட்டிட உண்மையாய் ஓடுகிறேன். விழி